അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ഒരു രീതി അസ്തമിക്കുകയാണെന്നാണ് നമുക്ക് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വളരെ സജീവമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ തദ്ദേശ സ്ഥാപനത്തിലെ വികസനവും അവിടുത്തെ പദ്ധതികളും ഇതിനേക്കാൾ അപ്പുറം കൂടുതലായിട്ട് കേരളത്തെ പൊതുവായി ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്ന് മുന്നണിയൊക്കെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരാട്ടം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിട്ട് അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിയിൽ പാർട്ടി അത് കാണുന്നില്ലെങ്കിൽ പോലും ജനങ്ങളത് കാണും. 10 വർഷം ഇവർ ഭരിച്ചതിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് പോലെ ഇതിനെ കാണാം. കോൺഗ്രസ് എന്ന മറ്റു തിരിച്ചുവരവിനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കണം എന്നുള്ള താല്പര്യത്തിന് അവർ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുൻകൂറായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇനി മറ്റു ഭാഗത്താണെങ്കിലോ BJP-യെ സംബന്ധിച്ചിട്ട് അവരുടെ പുതിയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു ശക്തമായൊരു മൂന്നാം മുന്നണിയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള, ഇടതിനും വലതിനും പകരം നടുക്ക് ഒരു പുതിയൊരു മുന്നണിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സജീവമായിട്ടുള്ള തീപാറുന്ന തരത്തിലുള്ള പ്രചാരണവും വോട്ടുപിടുത്തവും പോരാട്ടവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.